മട്ടന്നൂരിൽ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കെ ശൈലജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 24.10 കോടി രൂപ ചെലവിലാണ് സംസ്ഥാന സർക്കാർ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഇന്ന് 3 വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തികളുടെ ആരംഭം കുറിക്കുകയാണ് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിവിടെ സ്ഥാപിക്കാൻ പോകുന്ന സ്പോർട്സ് കോംപ്ലക്സ് ആണ്. നേരത്തെ ഇവിടെ ഒരു നീന്തൽക്കുളത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് ഗവൺമെൻറ്റിൽ സമർപ്പിച്ചാൽ മാത്രമേ, DPR ഒക്കെ തയ്യാറാക്കി സമർപ്പിച്ചാൽ മാത്രമേ പ്രവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടുകയുള്ളൂ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് സാധാരണയായിട്ട് ഈ വലിയ പദ്ധതികൾക്ക് പണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ വളരെ ചെറിയ തോതിലുള്ള ഫണ്ട് മാത്രമേ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുള്ളൂ. മട്ടന്നൂർ നഗരസഭയിൽ അയ്യല്ലൂർ റോഡിൽ കനാലിന് സമീപം ഇറിഗേഷനിൽ നിന്നും വിട്ടുകിട്ടിയ 3.90 ഏക്കർ ഭൂമിയിലാണ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഇൻഡോർ സ്റ്റേഡിയവും പ്ലേയേഴ്സ് റൂമും അനുബന്ധ സൗകര്യങ്ങളുമാണ് ഉള്ളത്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബാഡ്മിൻ്റൺ കോർട്ടുകൾ, ഫിറ്റ്നസ് സെൻറ്റർ, 2600ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേഡിയം എന്നിവയും ഒന്നാം ഘട്ടത്തിൽ നിർമ്മിക്കും. രണ്ടാം ഘട്ടത്തിൽ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ള അക്വാറ്റിക് കോംപ്ലക്സ് എന്നിവയും നിർമ്മിക്കും. കായിക മേഖലയിൽ തൽപരരായ നിരവധി വിദ്യാർത്ഥികൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടെങ്കിലും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പരിശീലന കേന്ദ്രങ്ങളോ കളിസ്ഥലങ്ങളോ പ്രദേശത്ത് ലഭ്യമല്ല. മട്ടന്നൂർ നിയോജകമണ്ഡലത്തിൽ MLA കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കായിക മേഖലയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കാര്യക്ഷമമായി പരിശീലിപ്പിച്ച് കൂടുതൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കുക, വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് മട്ടന്നൂരിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിക്കുന്നത്. വിമാനത്താവളത്തിന്റെ ഉൾപ്പെടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് കായിക മേഖലയിലെ പ്രഗത്ഭരായ വ്യക്തികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ സ്പോർട്സ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാവുന്നതിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. തില്ലങ്കേരിയിൽ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര യോഗ റിസർച്ച് സെന്റർ ആൻഡ് സ്റ്റഡി സെന്ററിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ MLA നടത്തി. സ്ഥലം കിട്ടുമെങ്കിൽ നമുക്കൊരു സ്പോർട്സ് കോംപ്ലക്സ് സ്ഥാപിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്നു. മട്ടന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാളേക്ക് ഒരു അസറ്റായിട്ടുള്ള എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതിന് ഒരുപാട് ആളുകളുടെ സഹായമുണ്ടായി. അതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിന് വക നൽകുന്ന കാര്യം. ഇവിടെ ഒരു സ്പോർട്സ് കോംപ്ലക്സ് വേണമെന്നാണ് ആഗ്രഹിച്ചത്. ഒരു നീന്തൽക്കുളം മാത്രമാകുമ്പോൾ എപ്പോഴെങ്കിലും നടക്കുന്ന ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര മേളകൾക്കൊക്കെ അത് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കെട്ടിടം എടുക്കാനും ഇതിനുള്ള സ്ഥലത്തിനും ഒക്കെയായിട്ട് പണം കണ്ടെത്താൻ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ തുടർച്ചയായിട്ടുള്ള മെയിൻ്റനൻസ് കിഫ്ബിക്ക് വഹിക്കാൻ പറ്റില്ല. നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് അധ്യക്ഷനായി. കായിക വകുപ്പ് ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തില്ലങ്കേരി പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VK സുഗതൻ, P. അനിത, P. ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.